വിയോജനക്കുറിപ്പ് ചേർക്കാം എന്ന ഒരു വാക്കുകൂടി ലംഘിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ കൂടുതൽ പ്രക്ഷുബ്ധരാക്കുന്നത്. സഭ മുന്നോട്ട് പോകുമോ? സഭാ നടപടികൾ മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. അതിശക്തമായ പ്രതിഷേധം ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് തന്നെ, വഖഫ് ബില്ലിന്റെ JPC റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടല്ല, വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതിപക്ഷത്തിന് നേരത്തെ തന്നെ ഉള്ളതാണ്. അതിനുശേഷമാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കൂടി കണക്കിലെടുത്താണ് എന്നാൽ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതി പരിശോധിക്കട്ടെ എന്ന ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ വന്നത്. For the address which I delivered to both houses of parliament assembled together on 31st January 2025. I have to inform members, please take your seat. You have been here enough. Do you want me to take ultimate action? Take your seat. You are forcing me. You are not only forcing, the consequences are severe. Please, take your time. Persuade him. Someone should persuade him. Persuade him. Namdo. I get your point. I hereby name. I am about to name all of you. I think good sense should prevail. Listen to the leader of the opposition. Thank you, sir. I am grateful to the leader of the opposition. Yes. I have to inform members. I am grateful to the leader of the opposition. I have to inform members that the Business Advisory Committee in its meeting held, please, on the 11th February 2025, recommended the following ministries for discussion on their working during the second part of the current session. Honorable members, the ministries are Home Affairs, Education, Railways, Health and Family Welfare. It was further decided, honorable members, it was further decided that the fifth ministry, സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിപക്ഷം രാജ്യസഭയിൽ പ്രതിഷേധിക്കുകയാണ്. സഭാ നടപടികൾ നേരത്തെ 11:20 വരെ നിർത്തിവെച്ചിരുന്നു. അത് പുനരാരംഭിക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭയിൽ കാണാൻ കഴിയുകയാണ്. റിപ്പോർട്ട് സമർപ്പിക്കുക. 16 ഭരണകക്ഷി പ്രതിനിധികളും 11 പ്രതിപക്ഷ അംഗങ്ങളും എതിർത്ത് വോട്ട് ചെയ്തിരുന്നു. വിയോജനക്കുറിപ്പും ഭേദഗതി നിർദ്ദേശങ്ങളും അടക്കം അനുബന്ധമായി ചേർക്കണം എന്ന കാര്യം കൂടി നിഷേധിക്കപ്പെട്ടു. അത്രയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സമിതി അധ്യക്ഷൻ സ്വീകരിച്ചത്. പ്രതിപക്ഷം ഒന്നായി തന്നെ എതിർക്കും. കാരണം സ്വത്തുക്കൾ അത് കേന്ദ്ര സർക്കാരിനെ കവർന്നെടുക്കാൻ കൂടി ഉള്ള വ്യവസ്ഥകൾ ഉണ്ട്, പിടിമുറുക്കാനുള്ള അവസ്ഥകൾ ഉണ്ട് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ബില്ലിന്മേൽ തന്നെ ഉയർന്നിരുന്നത് ഇപ്പോൾ JPC റിപ്പോർട്ട് സഭയിലേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള പ്രതിഷേധം ഇരു സഭകളിലും കാണാൻ കഴിയുന്നുണ്ട്. അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, അങ്ങനെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി രാജ്യസഭയിൽ പ്രതിഷേധിക്കുന്നു. 2 മണിയോടെയാണ് ലോക്സഭ നിർത്തിവെച്ചിരിക്കുന്നത്. രാജ്യസഭയിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? രാജ്യസഭയിൽ ശൂന്യവേളയാണിപ്പോൾ. അതിന്റെ ചർച്ചകളുമായി മുന്നോട്ട് പോകാനാണ് അധ്യക്ഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലെ പ്രമോദ് തിവാരിയെ സംസാരിക്കാൻ വിളിച്ചു, പക്ഷേ പ്രമോദ് തിവാരി എഴുന്നേറ്റ് സംസാരിക്കുന്നില്ല. പകരം പ്രതിപക്ഷ അംഗങ്ങൾ സീറ്റിൽ നിന്ന് എണീറ്റ് നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. മുഴുവൻ ആളുകളും സീറ്റിലേക്ക് തിരിച്ചു പോകൂ എന്ന് പലതവണയായി ജഗ്ദീപ് ധൻഖർ രാജ്യസഭാ അധ്യക്ഷൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാൻ പ്രതിപക്ഷ അംഗങ്ങൾ തയ്യാറാവുന്നില്ല. ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ മുസ്ലിം സമുദായത്തിന്റെ കയ്യിലുള്ള വഖഫിന്റെ കയ്യിലുള്ള കുറേയേറെ ഭൂമികൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ സംവിധാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ആളുകളെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടാണ് എന്ന ആക്ഷേപം നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചതാണ്. ആ ആക്ഷേപം ഉള്ളത് കൊണ്ട് തന്നെയാണ്, വലിയ പ്രതിഷേധം വരുന്നത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സമ്മേളന കാലത്ത് ഈ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ചപ്പോൾ അത് പ്രതിഷേധത്തെ തുടർന്ന് JPCക്ക് വിടാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തത്. പക്ഷേ JPCക്ക് വിട്ടിട്ട് പോലും ഒരു പൊതുവെയുള്ള ആശങ്കകൾ പരിഗണിക്കാതെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, അതായത് NDAക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ MP-മാർ മുന്നോട്ട് വെച്ച 13 ഭേദഗതികൾ മാത്രം അംഗീകരിച്ച്, എന്നാൽ പ്രതിപക്ഷത്തുള്ള 38 ഭേദഗതികൾ സമ്പൂർണ്ണമായി വോട്ടിനിട്ട് തള്ളിയതിനു ശേഷം ഈ JPC റിപ്പോർട്ട് സഭയിലേക്ക് ഇന്ന് വന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തെ പരിഗണിക്കാത്ത
പ്രതിപക്ഷം ഉണ്ട് എന്ന് അംഗീകരിക്കുക പോലും ചെയ്യാത്ത ഒരു സഭയാണ് ഇത് എന്ന നിലയിലുള്ള വലിയ പ്രതിഷേധം വരുന്നത്. ഇപ്പോൾ JP നഡ്ഡ സംസാരിക്കുകയാണ്, ലീഡർ ഓഫ് ദ ഹൗസ്. അദ്ദേഹം സംസാരിക്കുന്നു.